അസ്സലാമു അലൈക്കും. അപ്പോൾ ഇയാൾ എന്നിപ്പോൾ നമുക്ക് പെരയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ ഇപ്പോൾ ചോറ്. അപ്പം ഇന്ന് നമുക്ക് അതുകൊണ്ട് നല്ലൊരു കിണ്ണത്തപ്പണ് ഉണ്ടാക്കി വെക്കുക. നല്ല എളുപ്പമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കാനേ, തോനെ പണിയൊന്നുമില്ലേ. ലേശം ശർക്കര ഉണ്ടായാൽ അപ്പം നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഇപ്പോൾ ഇത്. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് പെരയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെയുള്ളൂ കൂട്ടാനും, അല്ലാതെ ഇപ്പോൾ ഇതിലേക്ക് തോനെ സാധനമൊന്നും വേണ്ട. അപ്പോൾ ഇയാളെ ചോറൊക്കെ ബാക്കിയായാൽ കോഴിക്കളൊക്കെ എല്ലാവർക്കും പിന്നെയും സുഖാട്ടോ. അപ്പം ഇനി ഒൽക്കണ് ഇട്ട് കൊടുത്താലും മതി. അല്ല ഞമ്മക്ക് കൊണ്ടുപോയി കളയാൻ വലിയ ഗതികേടല്ലേ. നമ്മളാണെങ്കിൽ ഇപ്പോൾ ചോറ് ഒരു ദിവസം ബാക്കിയായാൽ പിറ്റേ നിന്ന ഒരു നായി കുറച്ചിടാന്ന് കരുതിയിട്ട് ഒരു കാര്യമല്ല. അപ്പോൾ പിന്നെ പിറ്റേന്ന് ചോറ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മളൊരു ദിവസം കൂട്ടിയിട്ടാലോ, അപ്പോൾ പിന്നെ ഒന്നായിട്ട് ബാക്കിയേക്കാരം. എന്നാൽ അപ്പം ഇനി കണക്കാക്കിയാണ് വെച്ചാൽ പിന്നെ അന്ന് നമുക്ക് ആർക്കും ചോറും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചോറിൻ്റെ കഥ. അപ്പോൾ ഇയാളെ ചോറൊക്കെ ബാക്കിയാകണം നേരത്തെ ഇമാതിരിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി. എന്നാൽ അപ്പോൾ അത് വെറുതെ കളിയും വേണ്ട, കുട്ടികൾക്കൊക്കെ നല്ല തൃപ്തിയേക്കാരം. അപ്പോൾ ഇയാളെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നിങ്ങൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ അതിൻ്റെ അടുത്തുള്ള ബെല്ലും കൂടി നിങ്ങളൊന്നാണ് തൊട്ടും കൊടുത്തളി. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പക്കപ്പം കാണും ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി കാണും നിങ്ങൾക്കാണ് ഉണ്ടാക്കും ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ചോറ് എടുത്തുക്കണ്. ഇനി നമുക്കിതാ മിക്സിൻ്റെ കപ്പൊക്കെയാണ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ പാർന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി തേങ്ങാപ്പാൽ തന്നെ ആയിക്കോളണമെന്നൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെടുത്ത് പജ്ജിൻ്റെ പാലോ ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ പേക്ക് പാലൊക്കെ ആണെങ്കിലും മതി കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളെടുത്ത് ഏലക്കായ് പൊടിച്ചതുണ്ടായതുകൊണ്ടേ നമ്മളൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഏലക്ക പൊടിച്ചതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 1 or 2 കായ് ഏലക്കായ് ഇട്ടാൽ മതി. പിന്നെ ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ സാധാരണ അരിപ്പൊടി തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്കാണ് ഇട്ട് കൊടുത്ത് കാണ്ടേ നമുക്കിതാ മിക്സിമ വെച്ച് കാണും നല്ലോണം തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഞങ്ങളെ ഇതിപ്പോൾ തോനെയൊന്നുമില്ലേ, നമ്മൾ 1 കപ്പ് ചോറ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 കപ്പൊക്കെ എടുത്ത് കാണും ഉണ്ടാക്കി നോക്കിയാൽ മതി, അല്ലെങ്കിൽ പിന്നെ തീരെ ഉണ്ടാവൂലേ. അപ്പോൾ പിന്നെ അരിപ്പൊടി ആണെങ്കിലും പാലാണെങ്കിലും ശർക്കരയൊക്കെ പിന്നെ ആ അളവിന് അങ്ങോട്ട് എടുത്താൽ മതി, ഇതിൻ്റെ ഇരട്ടിക്കട എടുത്താൽ മതി. എന്നാലേ പിന്നെ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ, മറ്റേത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നല്ലോണം ആ മിക്സിമ വെച്ച് കാണുന്ന അരച്ചെടുത്തുക്കണു. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 അച്ച് ശർക്കരയാണ് ഇപ്പോൾ ഇതിലേക്ക് എടുത്തുക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്ത് കാണ്ടേ ഒന്നാണ് ഉരുക്കിയെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം പാർന്നിക്കണം കേട്ടോ ഉരുക്കാൻ. ഇപ്പോൾ നമ്മളെ ശർക്കരയൊക്കെ ഇപ്പോൾ നല്ലോണം ഉരുകി വന്നിക്കണ്. ഇനി നമുക്ക് നമ്മളെ തിജോതാൻ കിടത്തി കൊടുത്ത് കാണ്ടേ ഇതൊന്നും തണുക്കാൻ വേണ്ടി എടുത്തേക്കുക. ഇനിയിപ്പോൾ നമ്മളെ ഈ ശർക്കരപ്പാനി ഉണ്ടല്ലോ, അപ്പോൾ അത് അരിച്ച് കാണും നമുക്ക് ഇമാതിരി പാത്രത്തിക്കാണ് അരിച്ചു കൊടുക്കുക. എന്നാൽ അപ്പം നമുക്ക് ആ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ കണ്ടില്ല നിങ്ങൾ അരിച്ചാൽ പിന്നെ എത്തായാലും അതിന് എന്തെങ്കിലും ഒന്ന് കിട്ടാക്കൂല. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായില്ലേ നമ്മളെ ചോറ്, അപ്പോൾ ഇനി നമുക്ക് അത് തീക്കാൻ പാർന്നു കൊടുക്കുക. ഇനി നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ പാടം കട്ടെ ശർക്കരയും ഇതൊക്കെ ഇളകാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിരിക്കണം. അപ്പോൾ ഇനിയാളെ നമ്മൾ തിജൊന്നും ഇപ്പോൾ കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ തിജൊന്നും കത്തിച്ചാതെ നമ്മൾ നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുത്ത് മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ തിജ് കത്തിച്ചു കൊടുക്കണതേ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുത്തുക്കണു. ഇനി നമുക്ക് ആ തിജാണ് കത്തിച്ചു കൊടുത്ത് കാണ്ടേ അയിമക്കാണ് വെച്ച് കൊടുത്ത് കാണ്ട് നന്നാണ് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നല്ലോണം തിജ് വെച്ച് കാണ്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ, പൊടിയല്ലേ അപ്പോൾ പെട്ടെന്ന് കരിയുമല്ലോ. അപ്പോൾ നമുക്കൊരു പാകത്തെ തിജിനൊക്കെ വെച്ച് കാണ്ടേ ഒന്നാണ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങളിപ്പോൾ ഒന്നാണ് കുറുകി വരാനൊക്കെ തുടങ്ങിയിരിക്കണു. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെജ്ജ് പാർന്നു കൊടുക്കുക. അപ്പോൾ നമ്മൾ നെജ്ജൊക്കെ പാർന്നു കൊടുത്താലേ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇപ്പം മാതിരി ഒരു പാത്രമായാൽ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് അടി പിടിച്ചൂലല്ലേ. നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ പാത്രമായാൽ പിന്നെ അങ്ങനെ ഇങ്ങോട്ട് അടി പിടിച്ചൂലല്ലോ. അല്ലെങ്കിൽ പിന്നെ നല്ല കട്ടിയുള്ള ചൂടൊക്കെ കട്ടിയുള്ള പാത്രം എടുക്കണം, അല്ലെങ്കിൽ പിന്നെ വേഗം ഇങ്ങോട്ട് അടി പിടിച്ചുവല്ലോ. ഇമാതിരി പൊടിയൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ കജ്ജെടുക്കാതെ ഇളക്കി കൊടുക്കും വേണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതൊന്നും കൂടി കട്ടിയായി വന്നിക്കണു. ഇനിയിപ്പോൾ നമുക്ക് 1 ടീസ്പൂണും കൂടി നെജ്ജ് പാർന്നു കൊടുക്കുക. ഇങ്ങോട്ട് നമുക്ക് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നെജ്ജും തന്നെ എല്ലായിടത്തും ആയും ചെയ്തോളും. ഇനിയിപ്പോൾ ഇയാളെ നെജ്ജ് തന്നെ ആയിക്കോളണമെന്നില്ലേ. ഇനിയിപ്പോൾ നെജ്ജ് കൊടുന്ന് വെച്ചതില്ല എന്നുണ്ടെങ്കിൽ ബട്ടറോ പിന്നെ ഇനിയിപ്പോൾ അതല്ല വെളിച്ചെണ്ണ ആയാലും മതി. അങ്ങനെ ഇപ്പോൾ കണ്ടില്ല നിങ്ങളിപ്പോൾ ഒന്നും കൂടി നല്ലോണം കട്ടിയായി വന്നില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണും കൂടി നെജ്ജ് പാർന്നു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ നെജ്ജ് പാർന്നു കൊടുത്തിപ്പോൾ. അപ്പോൾ ഇനിയും തന്നെ നമുക്കൊന്നും കൂടി നല്ലോണം ഇളക്കി കൊടുത്ത് കാണ്ടേ നല്ലോണം ഒന്നാണ് കുറുക്കിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ കണ്ടില്ല നിങ്ങളിപ്പോൾ നല്ലോണം കട്ടിയിലായി വന്നല്ലോ അപ്പോൾ നമുക്ക്. അപ്പം ഇനി നമ്മളെ പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് ഇതാക്കിയാലേ നമ്മളെ പാത്രത്തിൽ നിന്നൊക്കെ നല്ലോണം ഒന്നാണ് വേറിട്ട് വരും. അപ്പോൾ അതുവരെ ഒന്നാണ് ഇളക്കി കൊടുക്കുക.
അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇനിയാളെ നിങ്ങളിത് ഇപ്പോൾ നമ്മളെ പാത്രത്തിൽ നിന്നൊക്കെ ഇപ്പോൾ വിട്ട് വരാൻ തുടങ്ങിയിട്ടില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തോനാൾക്കി കുത്തിരിക്കാനൊന്നുമില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് കണ്ടിപ്പരിപ്പ് ലേസം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതല്ല, ഇനിയിപ്പോൾ ബദാം പരിപ്പ് ലേസം കൊടുന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലേസം ഇട്ട് കൊടുത്താലും മതി. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും തിരക്കടൊന്നുമില്ല, നമുക്ക് ലേസം തേങ്ങാ കൊത്തുണ്ടാക്കിക്കാണ്ടേ അതിട്ട് കൊടുത്താലും മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഒരു കടി കടിച്ചുമ്പോൾ ഒരു രസമാണല്ലോ അമ്മാതിരിയൊക്കെ. നമ്മൾ ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്തുകാണ്ടേ നല്ലോണം അതങ്ങോട്ട് ഇളക്കി കൊടുത്തും ചെയ്തിക്കണ്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഈ ഒരു പാകത്തിനായി വരുമ്പേ നമ്മളെ പാത്രത്തിൽ നിന്നൊക്കെ നല്ലോണം വിട്ട് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളെ തിരിച്ചൊന്നാണ് കെടുത്തി കൊടുക്കുക. അപ്പത്തിനിപ്പോൾ നമ്മളിപ്പോൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കണ വെച്ചാലേ ആ പാത്രം ഒന്നാണ് എടുത്തുകാണ്ട് അതിൽ ലേസം നെജ്ജ് തടവി കൊടുക്കുക. എന്നിട്ട് 2 അണ്ടിപ്പരിപ്പോ ബദാം പരിപ്പോ എത്ര ഉള്ളത് വെച്ചാൽ അതിൻ്റെ അടിയിലൊന്നാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ മേലക്കായി കിട്ടും ചെജുമല്ലോ നമുക്ക്. അപ്പോൾ ഇയാളെ നമ്മളിപ്പോൾ ഇമാതിരി ഒരു കേക്ക് ടിന്നിലാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കണത്. ഇനിയിപ്പോൾ നമുക്ക് ഈ പാത്രത്തിലിട്ട് കാണ്ടേ ഒന്നാണ് സെറ്റാക്കി എടുക്കപ്പോൾ ഇത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇതൊക്കെ തീക്കാണ് ഇട്ട് കൊടുത്തുക്കണ്. ഇനിയിപ്പോൾ നമ്മളെ ഈ സ്പൂണുമേ നമുക്ക് ലേസം നെജ്ജാക്കി കൊടുത്തുകാണ്ടേ ഇങ്ങനെ ഒന്നാണ് തടവി കൊടുത്താലേ ഇതൊക്കെ ഒന്നാണ് ശരിക്കും ലെവലായി കിട്ടും ചെയ്തോളും. അപ്പോൾ ഇയാളെ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി എടുത്തേക്കാം. അങ്ങനെ ഇപ്പോൾ നല്ലോണം തണുത്ത് വന്നിക്കണ്. ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തേക്ക് കൊട്ടി കൊടുക്കുക. അപ്പോൾ കണ്ടില്ല എണ്ണയാളെ നിങ്ങളിപ്പോൾ ഇത് നല്ല ഉസാറായിട്ടുള്ള കിണ്ണത്തപ്പം നമുക്ക് കിട്ടിയില്ലേ. കണ്ടാലിപ്പോൾ നല്ലൊരു അലുവൻ്റെ ഒക്കെ ചേലില്ല ഇപ്പോൾ ഇത്. അപ്പോൾ നല്ല രസമാണ് ഇപ്പോൾ ഇത് തിന്നാൻ. എന്നാൽ അപ്പം ഇനി ഉണ്ടാക്കാനും തോനപ്പാണില്ല എന്നിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. തോന സാധനം ഒന്നും ഇപ്പോൾ ഇതിക്ക് നമുക്ക് മാണ്ടേനും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടിക്കണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് മറക്കാതെ ഒരു ലൈക്ക് തരും. പിന്നെ ഇപ്പോൾ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ എനിക്ക് കാണണമെന്ന് വെച്ചാൽ ഒന്നാം സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ അതിൻ്റെ അടുത്തുള്ള ബെല്ലും കൂടി നിങ്ങളൊന്നാം തൊട്ടും കൊടുക്കിട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു വീഡിയോയുമായി കാണണ വരെ നമ്മളെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.